കരൂർ ദുരന്തത്തിൽ DMK-ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി TVK ഹൈക്കോടതിയിൽ. ദുരന്തത്തിന് പിന്നിൽ DMK നേതാവ് സെന്തിൽ ബാലാജി എന്നും ദുരന്തത്തിന് മുൻപ് ആശുപത്രികൾ തയ്യാറാക്കിയെന്നും ഹർജിയിൽ പറയുന്നു. മനഃപൂർവ്വം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായും റാലിക്കിടയിലേക്ക് ചിലർ നുഴഞ്ഞു കയറി ചെരുപ്പും കല്ലും എറിഞ്ഞതായും TVK ആരോപിക്കുന്നു. കരൂർ സന്ദർശിക്കാൻ വിജയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഗുരുതര പരാമർശങ്ങളുള്ളത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് റഹീസ്, അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് TVK ഈ സംഭവത്തിലൂടെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് അടിയന്തരമായി കോടതി പരിഗണിക്കുമോ? വിജയ്ക്ക് കരൂരിലേക്ക് പോകാൻ അനുമതി വേണമെന്ന ആവശ്യത്തെ സർക്കാർ സ്വാഭാവികമായും ഇപ്പോൾ എതിർക്കാനല്ലേ സാധ്യത? സർക്കാർ വിജയ്ക്ക് കരൂരിലേക്ക് പോകണം എന്നുള്ള ആവശ്യത്തിനെ എതിർക്കാൻ തന്നെയാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ TVK ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് DMK-യും സർക്കാരുമാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ. അത് ഇവർ ഉണ്ടാക്കിയെടുത്ത എന്ന ആരോപണമാണ് ഇപ്പോൾ TVK ഉന്നയിക്കുന്നത്. അത് ഈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സെന്തിൽ ബാലാജി, മുൻ മന്ത്രിയും MLA-യും ഒപ്പം തന്നെ MK സ്റ്റാലിന്റെ വലം കൈയുമായിട്ടുള്ള ഈ കരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സെന്തിൽ ബാലാജിയാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ. അദ്ദേഹമാണ് ഈ അപകടം മെനഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ തലയിൽ വിരിഞ്ഞ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം എന്ന നിലയിലേക്കാണ് TVK ആരോപിക്കുന്നത്. അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗുണ്ടകളും റാലിയിലേക്ക് നുഴഞ്ഞുകയറി. വിജയ് എത്തിയപ്പോഴേക്കും വൈദ്യുതി ഓഫ് ചെയ്തു. പിന്നാലെ ഇവർ ചെരുപ്പും കല്ലുമൊക്കെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അതിൽപ്പെട്ടിട്ടാണ് ആളുകൾ അപകടത്തിൽപ്പെട്ടത് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് പോലീസ് ഈ സമയത്ത് നടത്തിയ ലാത്തി ചാർജിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് TVK-യുടെ ആരോപണം. TVK അത്തരത്തിൽ കൂടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല. ഒപ്പം തന്നെ ഈ DMK-ക്ക് ഈ ഒരു ആക്രമണം നടത്താൻ കുടപിടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വരുന്നു. അതിനപ്പുറം ഈ അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രികൾ തയ്യാറായി എന്നുള്ള ആരോപണം കൂടി TVK പറയുന്നുണ്ട്. മാത്രമല്ല സെന്തിൽ ബാലാജിയാണ് അവിടെ ആദ്യം എത്തിയത്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ ഇവർക്ക് ചികിത്സ ലഭിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കിയത്. അദ്ദേഹം എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് അവിടേക്ക് എത്തി എന്ന് ചോദിക്കുകയാണ് TVK. അദ്ദേഹം 5 മിനിറ്റിൽ മാധ്യമങ്ങളെ കാണുന്നത് എങ്ങനെയാണ്, അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ DMK-യെയും ഒപ്പം തന്നെ സെന്തിൽ ബാലാജിയെ പ്രത്യേകിച്ചും സർക്കാരിനെയും പോലീസിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണമാണ് TVK-യുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം രാത്രി നടത്താൻ പാടില്ല എന്നുണ്ട്. പക്ഷേ പ്രത്യേകമായി പോസ്റ്റ്മോർട്ടം തിരക്കിട്ട് നടത്തുന്നു. അതൊക്കെയും അന്വേഷിക്കണമെന്ന് TVK പറയുകയാണ്. അതിന് പിന്നാലെയാണ് വിജയ്ക്ക് കരൂർ സന്ദർശിക്കാൻ അനുമതി നൽകണം, അതിന് പോലീസ് അനുമതി നിഷേധിക്കാൻ പാടില്ല. നേരത്തെ പോലീസിനെ ഈ അനുമതി തേടി സമീപിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നേരിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നേരിട്ട് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിജയ്ക്ക് കരൂരിലേക്ക് എത്താനുള്ള വഴിയൊരുക്കണം, അവസരമൊരുക്കണം. അതിന് കളക്ടർ അതിന് തടയിടാൻ പാടില്ല, പോലീസ് തടയിടാൻ പാടില്ല, പോലീസിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ ആവശ്യങ്ങളാണ് TVK ഉന്നയിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ഗൂഢാലോചന എന്നുള്ള ആവശ്യം അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒതുക്കി നിൽക്കാതെ അതൊരു നേതാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ DMK അറിഞ്ഞുകൊണ്ട് DMK-യിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അറിഞ്ഞുകൊണ്ട് പോലീസിന്റെ ഒത്താശയോടെ നടത്തിയെടുത്ത ഒരു അപകടം എന്നുള്ള നിലയിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും ഇദ്ദേഹം അല്ലെങ്കിൽ TVK ഈ കാര്യങ്ങളൊക്കെയും അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. ഇതിൽ DMK-യുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ ദിവസങ്ങൾ, ഇപ്പോൾ ഇന്ന് കോടതിയിലേക്ക് ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഈ വിജയോടടുത്ത് നിൽക്കുന്നവരും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും DMK കുറ്റപ്പെടുത്തി പോലീസിനെ വിമർശിച്ച് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ അത് ചർച്ചയാവുകയും ചെയ്തതാണ്. DMK-യുടെ എന്തെങ്കിലും ഒരു പ്രതികരണം, ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ വിജയുടെ കാര്യത്തിൽ വിജയെ കുറ്റപ്പെടുത്തിയോ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ നേരിട്ട് അറ്റാക്ക് ചെയ്തോ TVK അറ്റാക്ക് ചെയ്തോ ഒരു പ്രതികരണവും നിലവിൽ നടത്തേണ്ടതില്ല എന്നാണ് DMK-യുടെ തീരുമാനം. ഇന്ന് നമ്മൾ 2 പ്രധാനപ്പെട്ട DMK-യുടെ നേതാക്കളെ വിളിച്ചിരുന്നു. അതിൽ അന്വേഷണം പൂർത്തിയാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് DMK വിജയെ കടന്നാക്രമിക്കുകയാണെങ്കിൽ, അത് വാക്കുകൾ കൊണ്ട് കൂടുതൽ വിജയെ കടന്നാക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കേസുകളും ഒപ്പം തന്നെ അറസ്റ്റും ഒക്കെ ആയിട്ട് നീങ്ങുകയാണെങ്കിൽ അത് വിജയ്ക്ക് കൂടുതൽ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുമെന്നുള്ളൊരു ചിന്തയാണ് DMK-ക്ക് പ്രത്യേക
നിർണായകമായിട്ടുള്ളത്. അത് വിജയ്ക്കൊരു ഒരു ഇരയുടെ പരിവേഷം നൽകും, വിജയെ തങ്ങൾ വേട്ടയാടുന്നു എന്നുള്ളൊരു പരിവേഷം നൽകും. അത് ഒരിക്കലും ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ അതല്ല ഇപ്പോൾ ആവശ്യം എന്നുള്ള രീതിയിലേക്കാണ് DMK നേതാക്കൾ പ്രതികരിക്കുന്നത്. അവർ കടന്ന് ഈ TVK ആക്രമിക്കാൻ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നേരത്തെ തന്നെയും TVK അവർ ആക്രമിക്കുന്നത് വളരെ ചെറിയ മൈൽഡ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് TVKക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അത് തന്നെ DMK തുടരുകയാണ്. പക്ഷേ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം വരേണ്ടതാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും സംസാരിക്കേണ്ടതാണ്. നേരത്തെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, മന്ത്രിമാർ, അങ്ങനെ സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കൾ, അന്ന് വിജയ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് സെന്തിൽ ബാലാജിയാണ്. TVK ആരോപിക്കുന്നത് ആ വിമർശനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെന്നായിരുന്നു. ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആരും ഇപ്പോൾ TVKക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവർ ഈ പറയുന്ന മരിച്ചവരുടെ കുടുംബങ്ങളിലേക്ക്, പരിക്കേറ്റവരിലേക്ക് നിരന്തരമായി എത്തി DMKയുടെ സഹായം, DMKയുടെ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു, കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. അത്തരത്തിലാണ് DMK ഇതിനെ കാണുന്നത്. പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ മുഴുവനും തെറ്റിച്ചുകൊണ്ട് നടത്തിയ ഒരു റാലി ആയതിനാൽ സ്വാഭാവികമായിട്ടും അത് TVKക്കെതിരായി വരും. കോടതി TVK ആകും കൂടുതൽ വിമർശിക്കുക എന്നുള്ളൊരു വിലയിരുത്തലിൽ കൂടിയാണ് DMK ഉള്ളത്. വിജയകുമാർ. യെസ്, കരൂരിലെ പ്രധാനപ്പെട്ട DMK നേതാവ്, അത് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെയും മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ, വലങ്കൈ എന്നൊക്കെ പറയാവുന്ന സെന്തിൽ ബാലാജിയെ കേന്ദ്രീകരിച്ചാണ് വിജയുടെ ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആരോപണങ്ങൾ. അതാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. DMK ഈ വിഷയത്തിൽ തൽക്കാലം കാര്യമായ പ്രതികരണം നടത്തേണ്ടതില്ല. അങ്ങനെ കൂടുതലായി എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അത് വിജയ്ക്ക് അനുകൂലമായി മാറും എന്ന ഒരു രാഷ്ട്രീയ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടുത്ത പ്രതികരണങ്ങളിലേക്ക് പോകേണ്ട എന്നാണ് DMK നേതൃത്വത്തിന്റെ നിലപാട്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.